ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെയല്ലേ? പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോരോ കുട്ടികളിങ്ങനെ കല്യാണം കഴിച്ച് കൊടുക്കൂ. അവർ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ഭർത്താവ് എന്തെങ്കിലും പറയുമോ, പിന്നെ അവർ പണിക്ക് പോകാണ്ടിരിക്കുകയോ ഇതാക്കും. പലതും അവർ വിഷമം അനുഭവിക്കുമ്പോൾ നമ്മൾ അവരെ മുഖം നോക്കി മനസ്സിലാക്കാൻ നമ്മൾ ഓരോരോ ഉമ്മമാർക്കും കഴിയണം. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കുട്ടികളെ കണ്ട് കുട്ടികളെ ചിരി എങ്ങനെയാണ്, കുട്ടികളെ സന്തോഷം എങ്ങനെയാണ് എന്ന് കണ്ടിട്ടാണ് നമ്മൾ ഇതാക്കുന്നത്. കാരണം വെച്ചാൽ ഓരോരോ കുട്ടികളും എത്ര കുട്ടികളാണ് ഇങ്ങനെ ആത്മഹത്യ ചെയ്യുന്നത്. പഠിക്കുന്ന പിള്ളേർക്ക് എന്താ ഇത്രക്ക് വിവരമില്ലാണ്ടായിപ്പോന്നും. ഉപ്പ പൈസ കൊടുത്തിട്ട് ഫോണിന് പൈസ കൊടുത്തിട്ടില്ലെങ്കിൽ മരിക്കാൻ, ഓനെ അടിച്ചു കഴിഞ്ഞാൽ മരിക്കുക. ഇത് നമുക്ക് ഉമ്മമാർക്കും ഉപ്പാർക്കും മക്കളെ എന്ത് ചെയ്യാനുള്ള അധികാരവും അവകാശമുണ്ട്. കാരണം അവരോടുള്ള സ്നേഹക്കുറവ് കൊണ്ടൊന്നുമല്ല ഞങ്ങൾ അവരെ ഉപദേശിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവരെ നന്നാവണം, അവർ നമ്മൾ കഴിച്ചു കൊടുത്തതെന്ന് വെച്ചിട്ട് അവർ നശിച്ചു പോകരുത്. അവർക്ക് എന്ത് ബുദ്ധിമുട്ട് വന്നാലും നമ്മളടുത്ത് തിരിച്ച് വരാനുള്ള മനസ്സ് അവർ വേണം. ഇതിലില്ലേ ഒരു പഠിപ്പും ഒരു വിദ്യാഭ്യാസമൊന്നും ഒരു വാതകമല്ല. ഈ കണ്ടറിഞ്ഞിടത്തോളം കൂടുതൽ പഠിച്ച് നല്ല ഡിഗ്രി പഠിച്ച് അങ്ങനെ പഠിച്ച് ഇങ്ങനെ പഠിച്ച് അത്രക്ക് ജോലി, അങ്ങനത്തെ കുട്ടികളാണ് നിസ്സാര കാര്യത്തിന് പോലും കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തന്നെ കാണുന്നില്ല, ഐക്യലുള്ള കുട്ടി കരയുന്ന കേട്ട് കഴിഞ്ഞാൽ അയ്യോ എന്താ പറയുക, ചെവിൻ്റെ ഉള്ള ആ ശബ്ദം പോകുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഐക്യലുള്ള മോള് ആ വോയിസ് ചങ്ങാതിച്ച് നീ എനിക്ക് ഒന്നോ രണ്ടോ വോയിസ് അയച്ചു കഴിഞ്ഞാൽ ഈ ഉമ്മച്ചിനെ വിളിച്ച് അറിയിച്ചൂടെ കുട്ടി, ഉമ്മച്ചിനെ വിളിച്ച് ഇങ്ങൊക്കെ അറിയിച്ചൂടെ? നമ്മളിങ്ങനെ ചായ പിടിച്ചിട്ടും എല്ലാം ഇതാക്കുന്നു. എന്ന് വെച്ചാൽ ഇതിങ്ങനെ വീഡിയോ ചെയ്യുന്നത് എന്താ വെച്ചാൽ എനിക്ക് കഴിയുന്നില്ല. കാരണം മനസ്സിൽ മടുത്ത്. കാരണം വെച്ചാൽ എന്താ പറയുക, എന്താ പറയണ്ടേ, എന്താ പറയാതിരിക്കണ്ടേന്ന് എനിക്ക് വയ്യ. ചില മക്കളെ ഓരോരോ ദുരന്തവും കണ്ടിട്ട് നമ്മൾ കല്യാണം കഴിച്ചു കൊടുക്കുന്ന എന്തിനാ? അവർ സന്തോഷമായിട്ട് ജീവിക്കുന്ന, അവരെ മുഖത്ത് എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കണം. ചില മക്കൾ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് ദോഷമായിട്ടാണ് തോന്നുന്നത്. അവർക്ക് എന്താ പറയുക, ദേഷ്യം, എന്താ എൻ്റെ ജീവിതമല്ലേ ഞാൻ സഹിക്കും. അങ്ങനെ സഹിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഇന്ന് എവിടെ വേണമെങ്കിലും ജോലി ചെയ്തിട്ട് ജീവിക്കാനുള്ള സംവിധാനം ഇന്നുണ്ട്. കാരണം ഞങ്ങളെ കാലമല്ല, ഒരു 10 വർഷം പിറകോട്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്കൊന്നും പണിയൊന്നും എടുക്കാനില്ല. ഞാനൊരു ടൈലർ പഠിച്ചതാണ്, തുന്നൽ പഠിച്ചതാണ്. എൻ്റെ കുട്ടികൾ ചെറുതിൽ എന്നതിന് ശേഷം തന്നെ പിന്നെ ഞാൻ തുന്നിയും പിടിക്കുകയും ചെയ്തില്ല. കാരണം കുട്ടികളെ നോക്കാനും വീട്ടിലെ പണിയെടുക്കാനും ടൈലർ എന്താ പറയുക, ഇത് അടിക്കാനും പിടിക്കാനൊന്നും കഴിയില്ല, മുറിക്കാനൊന്നും. അതുകൊണ്ട് ഞാൻ മാറ്റി വെച്ചതാണ്. അതൊക്കെ ഞാൻ കല്യാണം കഴിക്കും മുന്നേ അതൊക്കെ ചെയ്യലുണ്ട്. ഒരുവിധം വിദ്യാഭ്യാസം എനിക്കില്ലെങ്കിലും അങ്ങനെയുള്ള ഒരുവിധം ജോലിയൊക്കെ എനിക്കറിയാം. ഒരുവിധം ജീവിക്കാനുള്ള മാർഗത്തിൻ്റെ ജോലി എനിക്കറിയാം. അറാമായിട്ടല്ലാണ്ട് ഹലാലായിട്ട് ജീവിക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേങ്കിലും നമ്മൾ പിള്ളേരെ വാച്ച് ചെയ്യുന്നതുകൊണ്ട് പിള്ളേരെ പിന്നാലെ നടന്ന് പിള്ളേർക്ക് എന്ത് വേണം, പിള്ളേർ മുഖം എങ്ങനെ വാടും, പിള്ളേർക്ക് എങ്ങനെ സന്തോഷം കിട്ടണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അധികവും മക്കളെ നോക്കി എൻ്റെ മോളെ കണ്ണ് നിറയാതെ തന്നെ ഓളെ മുഖം കണ്ടാൽ എനിക്ക് മനസ്സിലാവും. കാരണം വെച്ചാൽ ഞാൻ ഓളോട് പറയും എന്നും, പിന്നെ നീ ആരെ ഇതും കൊണ്ടിട്ട് സഹിച്ച് നടക്കേണ്ട ആവശ്യങ്ങളേ ഇല്ല. അവർ സന്തോഷം എന്ന് വെച്ചാൽ ഇന്ന് തൽക്കാലത്തെ സന്തോഷമൊന്നുമല്ല നമുക്ക് വേണ്ട, ജീവിതകാലം മൊത്തം സന്തോഷമായിട്ട് ജീവിക്കണം. അവനവനെ ഇറങ്ങാൻ, എന്നിട്ട് ജോലിക്ക് പോവുക, എന്നിട്ട് പിന്നെ ജോലി എടുത്ത് സന്തോഷമായിട്ട് ജീവിക്കാൻ നോക്കുക. അതല്ലാണ്ട് എന്താ പറയുക, ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും കാലം വളർത്തി ഒരു പക്വത ആക്കി വരുമ്പോഴത്തേക്ക് ഒരു കല്യാണം കഴിച്ചു കൊടുക്കൂ. അവിടെ പോയി ഓൻ അങ്ങനെയാ എന്ന് പറഞ്ഞിട്ട് ആത്മഹത്യ ചെയ്യും. നിങ്ങൾ ഈ കാലം വരെ നിങ്ങൾ പിന്നെ കൈ വളരുന്നു, കാള് വരുന്നു, നിങ്ങൾക്ക് തിന്നാൻ എന്ത് വേണം, എങ്ങനെ വേണം, എന്താ വേണ്ടുന്നതും വേണ്ടാത്തതും ആക്കി നോക്കി വളർത്തി കല്യാണം കഴിച്ച് അയക്കുമായി. ഉപ്പാനെയും ഉമ്മാനെയും കരയുന്നത് മാത്രമല്ല നിങ്ങൾ, ഉപ്പാനെയും ഉമ്മാനെയും നമുക്ക് സന്തോഷമായിട്ട് നയിച്ച് നമ്മൾ പോറ്റു ഉപ്പാന എന്ന് വിചാരിച്ച് നിങ്ങൾ ഇങ്ങനെ രംഗത്തിറങ്ങി വരണോ? ആ പോയയിടത്തുനിന്ന് തിരിച്ച് വരണം. നിങ്ങൾ
തിരിച്ച് പോയടത്തുനിന്ന് വരണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഉമ്മാറെ പോറ്റണ്ട. ഉമ്മാർക്ക് ഉണ്ടെങ്കിൽ ഒരു പച്ചവെള്ളം ഉണ്ടെങ്കിൽ ആ പച്ചവെള്ളം നിങ്ങൾക്ക് കുടിക്കാണ്ട് ഉപ്പാറ് കുടിക്കൂല. ഉപ്പ കുടിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. പക്ഷേങ്കിൽ ഉപ്പ പോയി കഴിഞ്ഞാൽ ഉമ്മമാർ മക്കളെ പൊന്നുപോലെ മരണം വരെ നോക്കൂ. പക്ഷേങ്കിൽ ഒരു ഉമ്മയില്ലാതെ മക്കൾക്ക് എന്തായാലും ഉപ്പാൻ്റെ കൂടെ ജീവിക്കാൻ കഴിയില്ല. കാരണം വെച്ചാൽ ഉപ്പ 1-2 ആഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉപ്പാൻ്റെ പാടും കൊണ്ടുപോകും. പിന്നെ ആ മക്കൾ ആരെങ്കിലും കൈമേലേരിക്കും ഉണ്ടായി. ഉമ്മമാരുണ്ടെങ്കിൽ ആ മക്കളെ സുരക്ഷയായിട്ട് ചില 1000-10 ഉമ്മമാർ പിന്നെ മക്കളെ ചാടിയിട്ടും അവനവൻ്റെ സുഖം നോക്കി പോകുന്നുണ്ട്. 90% മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന ഉമ്മമാർ ഒരുപാടുണ്ട്. ഭ്രാന്ത് കിട്ടിയിട്ട് പോകുന്ന ഉമ്മമാർ ചിലത് ഒരു 100-10% ഉള്ളൂ. ആ ഉമ്മമാരെയും ഈ ഉമ്മമാരെയായിട്ട് നമുക്ക് നോക്കണ്ട. അങ്ങനെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവൻ കളയാൻ വിചാരിക്കുന്ന എത്രയോ ഉമ്മമാരുണ്ട്. അങ്ങനത്തെ ഉമ്മമാർക്ക് വേണ്ടിയിട്ട് മക്കൾ തിരിച്ച് വരൂലല്ലോ. അതുകൊണ്ട് നിങ്ങൾ കല്യാണം കഴിച്ചു കൊടുത്തു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ എവിടെയും തോൽപ്പിക്കാൻ പാടില്ല. നിങ്ങളെ നല്ല എന്താ പറയുക, നല്ലതിൽ ജീവിച്ച് സന്തോഷമായിട്ട് ജീവിക്കുക. എന്നും നല്ല പക്വതയായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോരാളും ഉമ്മമാരായാലും മക്കളെ കൈപിടിച്ചിട്ട് കൊടുക്കുന്നു. ആ കൊടുക്കുന്നോന് ശരിയില്ലെങ്കിൽ തിരിച്ച് വന്നേ പറ്റൂ. അല്ലാണ്ട് നിങ്ങൾ ഒരു കയറിൻ്റെ ഉള്ളിൽ, ഒരു 10 റുപ്യേൻ്റെ കയറിൻ്റെ ഉള്ളിൽ നിങ്ങളെ ജീവിതം നശിപ്പിക്കരുത്. ഇപ്പോൾ ഓരോരോ കുട്ടികളും പോയ മക്കൾക്ക് മാത്രമേ നഷ്ടമുള്ളൂ. മറ്റുള്ള ആൾക്കാർക്കും നഷ്ടമില്ല. 1-2 ആഴ്ച കാര്യം. പക്ഷേ ഉമ്മമാർ ജീവിതകാലം മൊത്തം മനസ്സിൻ്റെ ഉള്ളിൽ ആ കല്ലും കറയും ഒരിക്കലും മരിച്ചു കഴിഞ്ഞാൽ ജീവിക്കണ്ടേ, മറ്റുള്ള ആൾക്ക് വേണ്ടി ജീവിക്കണ്ടേ എന്ന് വിചാരിച്ച് ഉമ്മമാർ ബാക്കിയുള്ള സമയത്ത് ജീവിക്കും. പക്ഷേ ആ ഉമ്മമാരുടെ നെഞ്ചിൻ്റെ ഉള്ളിലെ വേദന ഒരിക്കലും മാറൂല. ഇന്നും 25 വർഷം ആയി എൻ്റെ ഏടത്തിൻ്റെ 2 മക്കളെ ആക്സിഡൻ്റ് ആയിട്ട്. ഇന്നും ആ വേദന ഒരിക്കലും പോകുന്നില്ല. അങ്ങനെ ഓരോരോ വർഷവും ആ മക്കളെ വിചാരിച്ചിട്ട് ഒരുങ്ങുന്ന ഉമ്മമാർ, സ്വന്തം ഉമ്മ മാത്രമല്ല, ഏട്ടത്തി അനിയത്തിൻ്റെയും മക്കളും അയൽവാസികളും എല്ലാം മക്കളെ ഓർമ്മിക്കുന്ന ഇഷ്ടം പോലെ ആളുണ്ട്. അതുകൊണ്ട് മക്കളെ, നിങ്ങൾ ആത്മഹത്യ ചെയ്യാനൊന്നും പോകണ്ട. നിങ്ങൾക്ക് ഓരോരാളെ ജീവിതത്തിൽ കുറച്ച് നോക്കാൻ മടുക്കുകയാണെങ്കിൽ നിങ്ങൾ തിരിച്ച് വരാം. മക്കളുണ്ടായാലും സാരമില്ല, 3 മക്കളായാലും നയിച്ച് ആ മക്കളെ പോറ്റിയിട്ട് ഈ മോശമായ തെണ്ടികൾക്ക് കാണിച്ചു കൊടുക്കണം. എന്നിട്ട് നിങ്ങൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരണം. അല്ലാണ്ട് ജീവിതം അവസാനിക്കുന്നതല്ല നിങ്ങളെ ഉത്തരവാദിത്തം മക്കളെ.